+2 എക്കണോമിക്സിൽ മൈക്രോയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ ഇതിനകത്ത് 5 ഇലാസ്റ്റിസിറ്റീനെ പറ്റി പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇലാസ്റ്റിസിറ്റിയാണ് ഏത്? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ്, അതായത് ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈസിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ചിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു ഡെഫിനേഷനായിട്ട് പറയുന്നതാണ്. എന്താണ്? നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈസിലുള്ള പെർസെൻറ്റേജ് ചേഞ്ചിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും പ്രത്യേകത? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡിനകത്ത് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡിനകത്ത് ഡിമാൻഡ് കർവിന് വരുന്നത്. ഓക്കെ, അതായത് ഇതുപോലെ ഈ ഒരു കർവാണ് നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡിന് വരുന്നത്. ഓക്കെ, കണ്ടോ? ഡിമാൻഡ് കർവ് ഒരു ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. ഇനി രണ്ടാമത്തെ ഒരു ഇലാസ്റ്റിസിറ്റിയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ചും പ്രൈസിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ചും എന്താണ്? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, എവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിലെ ഇലാസ്റ്റിസിറ്റി 1 ആണ്. ഇനി ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ വരുന്നത്. മൂന്നാമത്തെ ഇലാസ്റ്റിസിറ്റിയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ചിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് പ്രൈസിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ചിനേക്കാളും കുറവായിരിക്കും. അതാണ് നമ്മുടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്നേരം അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1, ഒന്നിനേക്കാളും കുറവായിരിക്കും. എന്താണ്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് ഏത് ഷേപ്പിലായിരിക്കും? സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും. ഇതുപോലെ സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. ഗ്രാഫുകളും പഠിക്കണം കേട്ടോ. ഇനി നാലാമത്തെ ഇലാസ്റ്റിസിറ്റിയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രത്യേകത, പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും ഡിമാൻഡിൽ അത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവും. നമുക്ക് ഇത്ര വരെ എന്ന് പറയാൻ ഒരു ലിമിറ്റ് ഇല്ല. ഇൻഫിനിറ്റ് ആയിട്ട് അവിടെ എത്ര വരെ വേണോ പോവാം എന്നുള്ള നിലയ്ക്കാണ് അവിടെ ചേഞ്ച് വരുന്നത്. അങ്ങനെയെങ്കിലാണ് അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്നേരം അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതും ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പാരലൽ ടു ദ എക്സ് ആക്സിസ്. നോക്കൂ, ഇതാണ് ഫിഗർ വരുന്നത്. എക്സ് ആക്സിസ് ഇതാണ്. ഇതിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ ഡിമാൻഡ് കർവ് പോകുന്നത്. ഏതിലാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഇതാണ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് കർവ് പാരലൽ ടു ദ എക്സ് ആക്സിസ് എന്നുള്ള നിലയ്ക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി അഞ്ചാമത്തെ ഒരു ഇലാസ്റ്റിസിറ്റിയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടുത്തെ പ്രത്യേകത എന്താണ്? അതെ, പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം. ഓക്കെ, എവിടെ വരുമ്പോൾ പ്രൈസിൽ എത്രത്തോളം മാറ്റം, എന്ത് മാറ്റം പ്രൈസിൽ ഉണ്ടായാലും നമ്മുടെ ഡിമാൻഡിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അതായത് പ്രൈസിൽ എത്രത്തോളം ചേഞ്ചസ് സംഭവിച്ചാലും ഡിമാൻഡ് ഒന്നും മാറില്ല. ഡിമാൻഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കും എന്ന് പറയുമ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. എവിടെയാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ടു എക്സ് ആക്സിസ് എന്നുള്ള ഷേപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് എക്സ് ആക്സിസിന് വെർട്ടിക്കലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ എങ്ങനെയാണ് നമ്മുടെ എക്സ് ആക്സിസിന് വെർട്ടിക്കലായിട്ടാണ്, അല്ലേ, കുത്തനെയാണ്. ഓക്കെ, വെർട്ടിക്കലായിട്ടാണ് നമ്മുടെ ഡിമാൻഡ് കർവ് നിൽക്കുന്നത്. ക്ലിയർ ആണോ? ഇതാണ് 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.